ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി നമുക്ക് നൽകുന്നത് സെൽഫ് റെസ്പെക്റ്റ് ആണ്, അഥവാ സ്വാഭിമാനം. നമുക്ക് ജീവിക്കാൻ വായുവും വെള്ളവും ആഹാരവും എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. പുതിയ തലമുറയ്ക്ക് ഏറ്റവും പ്രധാനമായി നാം പകർന്നു കൊടുക്കേണ്ട ഒന്നാണത്. തെറ്റ് ചെയ്യാനുള്ള പ്രവണതയിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പെട്ടെന്നുണ്ടാകുന്ന പ്രേരണ മൂലം ലഹരിക്ക് അടിമയാകുക, അല്ലെങ്കിൽ തെറ്റായ വഴികളിലൂടെ പണം സമ്പാദിക്കുക എന്നിങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു കുട്ടി ഒരിക്കലും ചെയ്യുകയില്ല. സ്വാഭിമാനം എന്നത് ആദ്യം തുടങ്ങേണ്ടത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ആത്മാഭിമാനം നമ്മെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. ഒരു വീട്ടിനുള്ളിൽ കഴിയുമ്പോഴും കുട്ടികളും പാരൻസും തമ്മിൽ നല്ല അകൽച്ചയിലാണ് കഴിയുന്നത്. അതിന് കാരണം ഒരു പരിധിവരെ മൊബൈൽ ഫോൺ എന്ന വില്ലൻ തന്നെയാണ്. ഈ രീതി മാറണം. പണ്ടൊക്കെ നമുക്ക് കഥ പറഞ്ഞു തരാൻ നമ്മുടെ അമ്മമാർക്ക് സമയമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓഫീസിലെ പുതിയ വിശേഷങ്ങളെക്കുറിച്ചുമൊക്കെ അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കാൻ അച്ഛനും സമയം കണ്ടെത്തിയിരുന്നു. പിന്നെ പുരാണ കഥകളും പഴങ്കഥകളും പഴഞ്ചൊല്ലുമൊക്കെ പറഞ്ഞു തരാൻ നമുക്കൊരു മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല. ഒട്ടുമിക്ക കുടുംബങ്ങളും ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ്. അമ്മ, അച്ഛൻ, ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടികൾ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ദിവസവും കുറച്ച് സമയമെങ്കിലും കുട്ടികളോടൊപ്പം ചിലവിടണം. നല്ല ശീലങ്ങളെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ വളർന്നു വന്ന വഴികളെക്കുറിച്ച് കുട്ടികളോട് പങ്കുവെക്കണം. ചിട്ടയായ ജീവിത രീതികളെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ച് തിരുത്തുകയും വേണം. കുട്ടികളുടെ തെറ്റുകളെ തിരുത്തേണ്ടത് അവർ തനിച്ചിരിക്കുമ്പോഴാണ്, അല്ലാതെ മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ചോ ബന്ധുക്കളുടെ മുന്നിൽ വെച്ചോ അല്ല. അങ്ങനെ ചെയ്താൽ അതവരെ മാനസികമായി വല്ലാതെ തളർത്തും. സ്വാഭിമാനം എന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്താണ്. ആ സമ്പത്തിനെ തട്ടിയെടുക്കാൻ ഒരിക്കലും നമ്മൾ ആരെയും അനുവദിച്ചുകൂടാ. നമ്മൾ ചെയ്യാത്ത ഒരു തെറ്റിന് പഴിയേക്കേണ്ടി വരിക, സ്വന്തം കുറ്റത്തെ മറയ്ക്കാനായി നമ്മുടെ മേൽ പഴി ചാരുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിച്ചുകൂടാ. എതിർക്കേണ്ട കാര്യങ്ങളെ ശക്തമായി എതിർത്ത് തന്നെ സംസാരിക്കണം. മറ്റുള്ളവരുടെ അംഗീകാരത്തെക്കാൾ പ്രധാനമാണ് സ്വന്തം ആത്മാഭിമാനം. ആത്മാഭിമാനമുള്ള വ്യക്തി തൻ്റെ കഴിവുകളെ വിശ്വസിക്കുകയും ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. ഇനി ബോഡി ഷെയ്മിംഗ് എന്ന അടുത്ത വില്ലൻ കഥാപാത്രത്തിലൂടെ കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ആൺകുട്ടികളെക്കാൾ ഏറെ പെൺകുട്ടികളാണ്. നിങ്ങൾ ഒന്ന് മാത്രം ചിന്തിക്കുക, എൻ്റെ ശരീരം അത് എൻ്റേത് മാത്രമാണ്. അതിനെ കളിയാക്കാനോ സ്പർശിക്കാനോ ആരെയും അനുവദിച്ചുകൂടാ. നോ പറയേണ്ടിടത്ത് നോ തന്നെ പറയണം. ഇവിടെ നമ്മൾ ആരെയും ഭയക്കേണ്ടതില്ല. സ്വയം ബഹുമാനിക്കുന്നവർക്കാണ് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയുന്നത്. നമ്മൾ പഠിക്കുന്ന സ്കൂൾ, കോളേജ്, അതല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനമാകട്ടെ, എവിടെയായാലും നമ്മൾ നോ പറയാൻ പഠിക്കണം. നോ എന്നത് വെറും വാക്കല്ല, അത് ചിലപ്പോഴൊക്കെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇതുവരെ പഠിച്ച ജീവിത പാഠങ്ങളിൽ ഏറ്റവും മികച്ചതാണ് നോ പറയാൻ പഠിക്കുക എന്നത്. ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അതിന് കഴിയുകയുമുള്ളൂ. സ്വാഭിമാനം എന്നത് ഒരു വ്യക്തിയുടെ മാനവും ആത്മഗൗരവവും കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ്. സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു വ്യക്തി സ്വന്തം മൂല്യങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാറില്ല. സെൽഫ് റെസ്പെക്റ്റോടെ ജീവിക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ അർത്ഥവത്താകുന്നത്. ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ജീവിതത്തെ ഒരു വിജയഗാഥയാക്കി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.